നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ആറ്റ്ലിൻ അലയ ജോൺ, CSI ക്രൈസ്റ്റ് ചർച്ച് എളംകുളം സഭാംഗമാണ്. ജേർണി ത്രൂ ദി സാംസിന്റെ 83-ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗം 51-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ദാവീദിന്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് സംഭവിച്ചു. അത് നാഥാൻ പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഹൃദയവേദനയോടെ ദാവീദ് പ്രാർത്ഥിച്ച വരികളാണ് 51-ാം സങ്കീർത്തനം. 2 ശമൂവേൽ 11-12 അധ്യായം വായിക്കുമ്പോൾ ഈ സങ്കീർത്തനം എഴുതുവാനുണ്ടായ പശ്ചാത്തലം നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവ് നാഥാൻ പ്രവാചകനിൽ കൂടി വന്നിട്ട് ആ മനുഷ്യൻ, ആ പാപം ചെയ്ത വ്യക്തി നീയാണ് എന്ന് ദാവീദിനോട് പറഞ്ഞപ്പോൾ ദാവീദ് അത് മനസ്സിലാക്കിയിട്ട് സമ്മതിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ദാവീദ് ഒരു രാജാവാണ്. ഭക്തനായ ദാവീദ് രാജാവായിരിക്കുമ്പോൾ ഈ അനർത്ഥം ചെയ്തപ്പോൾ താനത് സമ്മതിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ സങ്കീർത്തനത്തിൽ പാപത്തെ ഏറ്റുപറയുകയും ഒരു ശുദ്ധീകരണത്തിനായി ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പാപം ചെയ്യുന്ന വ്യക്തിക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയുകയില്ല എന്നും പരിശുദ്ധാത്മാവ് നീങ്ങിപ്പോകും എന്നും ദാവീദിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. പാപപരിഹാരത്തിന് അനുതാപമുള്ള നുറുങ്ങിയ ഹൃദയം ദൈവം അംഗീകരിക്കും എന്ന് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നാം അംഗീകരിക്കുകയും ദൈവസന്നിധിയിൽ അനുതാപമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുകയും ചെയ്യാം. ദാവീദ് പറയുകയാണ് 4-ാം വാക്യത്തിൽ, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ദാവീദിനെ വിളിച്ച് വേർതിരിച്ച് രാജപദവിയിലേക്ക് കൊണ്ടുവന്നത് ദൈവമാണ് എന്ന് ദാവീദിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. തന്റെ കഴിവോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവം തന്നെ ഉയർത്തിയതാണ് എന്നും തന്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹവും ദൈവം നൽകിയ ദാനമാണ് എന്നും വ്യക്തമായ അറിവ് ദാവീദിനുണ്ടായിരുന്നു. ഈ നിലയിലുള്ള ദാവീദിന്റെ ഏറ്റുപറച്ചിലും പ്രാർത്ഥനയും ദാവീദിന്റെ വിടുതലിനും ശുദ്ധീകരണത്തിനും കാരണമായി തീർന്നു. അതുപോലെ പ്രിയരെ, മനസ്സിൽ പാപബോധം നിറയുമ്പോൾ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് അന്ന് സംഭവിച്ചു പോയ കൊച്ചു കൊച്ചു തെറ്റുകൾ ഓർത്ത് അനുതാപിച്ച് ഈ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നതും ആത്മീയ ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരാൻ നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ധ്യാനിച്ച ഈ സങ്കീർത്തനത്തിനായി നന്ദി. ദാവീദിനെ പോലെ അനുതാപത്തിന്റെ ഹൃദയവും പാപബോധവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവഹിത പ്രകാരം മാത്രം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.